എല്ലാ പ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. അതിൽ നിങ്ങൾ ഒന്ന് തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് എന്താണ് ഒളിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. അത് നമുക്ക് കണ്ടെത്താം. ഇന്നത്തെ വീഡിയോ നോക്കുന്നത് അതാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നും എന്താണ് ഒളിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ആദ്യമായിട്ട് മഞ്ഞ നിറത്തിലുള്ള ഈ ഫയൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം. എന്തായിരിക്കും നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് ഒളിപ്പിക്കുന്നത്? നിങ്ങളുടെ വ്യക്തിക്ക് എന്തായിരിക്കും നിങ്ങളോട് പറയാൻ കഴിയാത്തതായിട്ടുള്ളത്? നിങ്ങളുമായി ഏറ്റവും അടുപ്പത്തിലുള്ള ഒരു വ്യക്തി, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, പക്ഷേ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് എന്തോ മറയ്ക്കുന്നു. നിങ്ങളിൽ നിന്നും ആ വ്യക്തി എന്തോ മറക്കാൻ ആഗ്രഹിക്കുന്നു. എന്തിനായിരിക്കും അത്തരത്തിൽ ആ വ്യക്തി നിങ്ങളിൽ നിന്നും ആ വസ്തുത, അല്ലെങ്കിൽ ഏത് വസ്തുതയാണെങ്കിലും ആ വസ്തുത മറക്കാൻ ആഗ്രഹിക്കുന്നത്? മറച്ച് പിടിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ അറിഞ്ഞാൽ എന്താണ് കുഴപ്പം? ആ വ്യക്തി എന്താണ് സത്യത്തിൽ ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഈ വീഡിയോ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ആദ്യത്തെ കാർഡ് തിരഞ്ഞെടുക്കാം. ആദ്യത്തെ കാർഡ് പറയുന്നത് തീർച്ചയായിട്ടും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയിലേക്കാണ്. ആ വ്യക്തിയെ ആരോ ദുഷ്പ്രേരണകൾക്ക് വിധേയയാക്കുന്നു. നിങ്ങളുടെ വ്യക്തി ഒരു സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ചില തെറ്റായ അഭിനിവേശങ്ങൾ, തെറ്റായ ചില ആഗ്രഹങ്ങൾ, അതായത് വഴിതെറ്റിപ്പിക്കുന്ന ചില ആഗ്രഹങ്ങൾ ആരൊക്കെയോ ചേർന്ന് നടത്തുന്നു. ആ ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ തെറ്റായ പ്രലോഭനങ്ങൾ നൽകിയ വ്യക്തികൾ ആ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റുവാനുള്ള ചില തന്ത്രങ്ങളുമായി വരുന്നു. നിങ്ങളിൽ നിന്ന് അകറ്റുവാനുള്ള തന്ത്രങ്ങളുമായി വരുന്നതിൻ്റെ ഫലമായി ആ വ്യക്തി ആ പ്രേരണയാൽ, ആ ദുഷ്പ്രേരണയാൽ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളിൽ നിന്നും ആ വ്യക്തി മറച്ചു പിടിക്കുന്നു. നിങ്ങളിൽ നിന്നും ഇത് മറച്ചു പിടിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും അത് പലതുമായിരിക്കാം. ഒരുപക്ഷെ ആ വ്യക്തിയുടെ ശാരീരിക തൃഷ്ണകളെ പ്രലോഭിച്ചുകൊണ്ട് ആ വ്യക്തിയെ അതിനടിമയാക്കുകയും ആ വ്യക്തിയെ അവരുടെ താളത്തിനൊത്ത് തുള്ളുന്ന, അല്ലെങ്കിൽ നിങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവരുടെ താളത്തിനൊത്ത് തുള്ളുന്ന ഒരു ലെവലിലേക്ക് എത്തിക്കാനുള്ള ചില ദുസ്വാധീനങ്ങൾ, ചിലപ്പോൾ ചില ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിനോ തെറ്റായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതിനോ പലതുമാകാം, എന്തുമാകാം. അതിലേക്ക് പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങൾ ആ വ്യക്തിയിൽ ഉണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നു. അവരുടെ തന്ത്രങ്ങൾ അത്തരത്തിൽ മുന്നോട്ട് പോകുന്നു. ആ തന്ത്രങ്ങളുടെ ഫലമായിട്ട് ആ വ്യക്തി അതുവരെ നിങ്ങളുമായി എല്ലാം പങ്കുവച്ച, എല്ലാം നിങ്ങളോട് സംസാരിച്ച, നിങ്ങളുമായി യാതൊരു പ്രശ്നവും ഉണ്ടാകാതിരുന്ന, നിങ്ങളെ മനസ്സിന് തുല്യം സ്നേഹിച്ച ആ വ്യക്തി ഈ തരം ദുഷ്പ്രേരണകളുടെ ഫലമായിട്ട് ചിലത് എതിർക്കുന്നു, ചിലതിനെ തള്ളിക്കളയുന്നു, നിങ്ങളോട് സ്നേഹം കാണിക്കുന്നില്ല. അപ്പോൾ ദുഷ്പ്രേരണകളാണ്. നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങളുടെ വ്യക്തി ഏത് തരം ദുഷ്പ്രേരണയിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ഏത് തരം ദുഷ്പ്രേരണയാണ് നിങ്ങളുടെ വ്യക്തിയെ ബാധിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ കൃത്യമായി പഠിക്കുക, കൃത്യമായി മനസ്സിലാക്കുക, അവിടെ സൂക്ഷിക്കുക. ഏതൊക്കെ കൂട്ടുകെട്ടുകളാണ്, ഏതെങ്കിലും കൂട്ടുകെട്ടുകളാണോ നിങ്ങളുടെ വ്യക്തിയെ വഴിതെറ്റിക്കുന്നത്? നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ആരുമാകട്ടെ, എന്ത് തരത്തിലുള്ള കൂട്ടുകെട്ടുകളോ ഏതൊരു ആളുകളാണോ, അവരുടെ ഉദ്ദേശം എന്താണ്? ഏതെങ്കിലും ഉദ്ദേശം പോസിറ്റീവ് അല്ല, നെഗറ്റീവായിട്ടാണ് ആ വ്യക്തിയെ വഴിതെറ്റിക്കുക. ആ വ്യക്തിയെ വഴിതെറ്റിച്ചുകൊണ്ട് അവരുടെ പ്രലോഭനങ്ങൾക്കും അവരുടെ കാര്യസാധനത്തിന് വേണ്ടി ആ വ്യക്തി ഉപയോഗിക്കുക. ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തെ തകർക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഇതുവരെ ഒരു രഹസ്യം പോലും നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇല്ലാതിരുന്ന ഒരു വ്യക്തി ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നു. ആ വ്യക്തിയെ ചതിക്കുകയാണ്, ആ വ്യക്തി ചതിക്കപ്പെടുകയാണ്, ആ വ്യക്തി ഒരു ട്രാപ്പിലേക്ക് പോവുകയാണെന്നൊക്കെ നമുക്ക് പറയാം. കാരണം അങ്ങനെയാണ് ആ വ്യക്തി ഒരു കാര്യത്തെ മറച്ചു വെക്കുന്നത്. അല്ലാതെ ഗുഡ് സെൻസിലുള്ള ആ വ്യക്തിക്ക് കൃത്യമായി അറിയാവുന്ന ഒരു കാര്യം നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കില്ല. കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഏതെങ്കിലും തരത്തിൽ വഴിതെറ്റിപ്പിക്കാൻ ശ്രമിക്കുന്ന വിഷപ്പാമ്പുകൾ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ മലീമസമായ ഹൃദയമുള്ള ചില ആളുകൾ ആ വ്യക്തിയെ വഴിതെറ്റിപ്പിക്കാൻ ശ്രമിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതും നിങ്ങൾ സൗഹൃദമായി മുന്നോട്ട് പോകുന്നു ഇഷ്ടമില്ലാത്ത വ്യക്തികളായിരിക്കാം അത്. രാത്രിയിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ ശക്തമാകുക. നിങ്ങളുടെ പോസിറ്റീവ് എനർജിയുടെ മുമ്പിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. രാത്രിയിൽ ആ വ്യക്തിയെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ആ വ്യക്തി രാത്രിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടങ്ങളിലേക്ക് മാറിപ്പോവുകയോ എന്തെങ്കിലും നിങ്ങളോട് മറച്ചു വെക്കുന്നുണ്ടോ എന്ന് നോക്കുക. രാത്രിയിൽ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക. കാരണം ചതികൾ അവിടെ വരാൻ സാധ്യതയുണ്ട്. ആ വ്യക്തിയെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്ത് നിങ്ങളിൽ നിന്ന് അകറ്റാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. അത്തരത്തിലൊരു കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ എപ്പോഴും തീഷ്ണതയോടെ, നിങ്ങളെപ്പോഴും ജാഗ്രതയോടെ ആ വ്യക്തിയുടെ കാര്യങ്ങൾ അന്വേഷിക്കുക. കാരണം ആ വ്യക്തിയെ ചതിച്ച് വഞ്ചിച്ച് ആ വ്യക്തിയിൽ നിന്നും ചില കാര്യങ്ങൾ നേടിയിട്ട്
നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ രണ്ടാക്കിയിട്ട് ആ വ്യക്തിയെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ വ്യക്തിയെ നിങ്ങളുടെ ആ വ്യക്തിയുടെയും ഒരുമിച്ചുള്ള ആ സൗഹൃദത്തിൽ നിന്ന് മാറ്റുവാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ശ്രമങ്ങൾ വിജയിക്കരുത്, കാരണം അവർ പരാജയപ്പെടണം. അവർ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റാനാണ് നോക്കുന്നത്. നിങ്ങൾ കൃത്യമായ അറിവ് ആ വ്യക്തിക്ക് പ്രദാനം ചെയ്യണം. ആ വ്യക്തി കൂടുതൽ അറിവ് നേടണം. നിങ്ങളിൽ നിന്ന് ചില അറിവുകൾ ആ വ്യക്തി മറച്ചു വെക്കുന്നുണ്ട്. അത് തെറ്റായ അറിവുകളാണ്. മികച്ച അറിവുകൾ ആ വ്യക്തിക്ക് നൽകണം, സൂക്ഷിക്കണം. അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നും നിങ്ങളും ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് കൃത്യമായി അതിനെ നോക്കുക. നിങ്ങൾ ഭയപ്പെടേണ്ട. മാജിക്കലായിട്ടുള്ളൊരു ഗേറ്റ് വേയിലുണ്ട്. നിങ്ങൾ കാര്യങ്ങൾ കൃത്യമായി നോക്കുക. ഇപ്പോൾ നല്ല സമയമാണ്, ഇപ്പോൾ കൃത്യമായ സമയമാണ്. ആ വ്യക്തി എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി അത് അറിയുക, അറിഞ്ഞ് മുന്നോട്ട് പോവുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്കും ആ വ്യക്തിക്കും നഷ്ടമുണ്ടാകും. അങ്ങനെ നഷ്ടമുണ്ടാകാൻ പാടില്ല. കാരണം നിങ്ങൾ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ്. നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള നഷ്ടങ്ങളും ഉണ്ടാകരുത്. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ധൈര്യത്തോടെ പോവുക. നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് വിശ്വാസമുള്ള ആളാണ്. ആ വ്യക്തിയോട് നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് ആ വ്യക്തിക്ക് നിങ്ങളോടും വിശ്വാസമുണ്ട്. പക്ഷേ തെറ്റിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ശ്രമിക്കുന്ന ആളുകൾക്കെതിരെ ജാഗ്രതമാക്കുക. നിങ്ങളുടെ ഒരുമിച്ചുള്ള ജീവിതം വളരെ വിലയേറിയതാണ്. അത് ആ വ്യക്തി മനസ്സിലാക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. ഏതെങ്കിലും തരത്തിലുള്ള പ്രലോഭനങ്ങൾ കൊണ്ട് നിങ്ങൾ രണ്ടുപേരും ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ അതിൽ ആ വ്യക്തി അതിൻ്റെ ഫലമായിട്ട് എന്തെങ്കിലും നിങ്ങളോട് മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ കെയർ ചെയ്യുക, ആ വ്യക്തിയെ നോക്കുക. ആ വ്യക്തി സ്വയം ഇഷ്ടത്താലല്ല ആ കാര്യങ്ങൾ, എന്ത് കാര്യമാണെങ്കിലും നിങ്ങളോട് മറച്ചു വെക്കുന്നത്. ആ വ്യക്തിക്ക് അങ്ങനെ മറച്ചു വെക്കേണ്ടി വന്നത് ചില ആളുകളുടെ ദുഷ്പ്രേരണകൾ കൊണ്ടാണ്. ആ ദുഷ്പ്രേരണയിൽ ഇല്ലായിരുന്നെങ്കിൽ ആ വ്യക്തി ഒരിക്കലും അതൊന്നും മറച്ചു വെക്കില്ലായിരുന്നു. അതല്ലാതെ മറ്റൊരു സാധ്യതയുമില്ല. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദുഷ്പ്രേരണകളുമായി വരുന്ന ആളുകൾ അത് വ്യക്തിയെ ചതിച്ചും, കാര്യം ആ വ്യക്തിയാണ് മറച്ചു വെക്കുന്നതെങ്കിലും ആ വ്യക്തിയെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നതാണ്. ആ വ്യക്തിയെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നതാണ്. പൂർണ്ണമായിട്ട് നിങ്ങളത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. കാരണം അത് കൃത്യമായിട്ട് വേണം. കാരണം നിങ്ങളെയും ആ വ്യക്തിയെയും വഞ്ചിക്കുക, നിങ്ങളെയും ആ വ്യക്തിയെയും സമാധാനപരമായ ജീവിതത്തിൽ ഭംഗം വരുത്തുക, ഇതെല്ലാമാണ് അവരുടെ ഉദ്ദേശം. ആ ഉദ്ദേശം ഒരിക്കലും നടക്കരുത്. കാരണം നിങ്ങൾ ഏറ്റവും നല്ല ഹൃദയത്തിൻ്റെ ഉടമയാണ്. നിങ്ങൾക്ക് ആ വ്യക്തിയും ആ വ്യക്തിക്ക് നിങ്ങളും ഉണ്ടാകണമെന്നാണ് ഈ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്. നഷ്ടപ്പെടുകയും തിരിച്ചു കിട്ടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. നിങ്ങൾ ഭയപ്പെടേണ്ട. ഏതെങ്കിലും കാരണവശാലും നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ രണ്ടാക്കാൻ ശ്രമിക്കുന്നവർ, നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ ഒരുമിപ്പിക്കാൻ ഇരിക്കാൻ ശ്രമിക്കുന്നവർ, അവരൊന്നും വിജയിക്കാൻ പോകുന്നില്ല. നിങ്ങളാണ് വിജയിക്കാൻ പോകുന്നത്. എന്തെങ്കിലും മാനസികമായിട്ട് അകൽച്ച ആ വ്യക്തിയുമായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു തീർക്കപ്പെടും. നിങ്ങൾ ഭയപ്പെടേണ്ട. അതെല്ലാം പറഞ്ഞു തീർത്ത് നിങ്ങളും ആ വ്യക്തി ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള സൗഭാഗ്യം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാവും. നിങ്ങൾക്കത് ഭാഗ്യമായിട്ട് നടക്കുകയും ചെയ്യും. നിങ്ങളതിനെക്കുറിച്ചൊന്നും വ്യാധി വേണ്ട, ഭയപ്പെടേണ്ട. ആ വ്യക്തിക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു ജീവിതത്തിൽ നഷ്ടപ്പെടലോ തിരിച്ചു കിട്ടലോ ഉണ്ട്. ആ വ്യക്തിയെ അകലുകയും അടുക്കുകയും ചെയ്യുന്ന ഒരു ജീവിത വിധിയാണ് നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഭയപ്പെടാനില്ല. ചെറിയ ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളോടുകൂടി നിങ്ങളുടെ ജീവിതം സന്തുഷ്ടമായി മുന്നോട്ട് പോകും. ഒരു ശക്തിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ പരസ്പരം പ്രതീക്ഷയാണ്. നിങ്ങൾ ഒരാൾക്ക് മറ്റൊരാളും, നിങ്ങൾക്ക് ആ വ്യക്തിയും ആ വ്യക്തിക്ക് നിങ്ങളും പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയ്ക്ക് ഒരിക്കലും ഭംഗം വരുത്താൻ അവർക്ക് ആർക്കും സാധിക്കില്ല. ചിലർ ശ്രമിക്കും നിങ്ങളെയും ആ വ്യക്തിയെ തമ്മിൽ അകറ്റാൻ, നിങ്ങളെയും ആ വ്യക്തിയെ തമ്മിൽ രണ്ടാക്കാൻ, നിങ്ങളുടെ രണ്ട് സമീപനങ്ങളും മാറ്റി നിങ്ങളെ ദുഃഖിപ്പിക്കാൻ, നിങ്ങളെ വിഷമിപ്പിക്കാൻ. പക്ഷേ ഇതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഭയപ്പെടേണ്ട. യൂണിവേഴ്സ് നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങൾ ഒന്നും പേടിക്കണം. നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ജീവിതം ഉണ്ടാകുന്നു. നിങ്ങൾക്ക് എല്ലാ പ്രതിസന്ധിയെയും തരണം ചെയ്ത് ജീവിക്കാൻ സാധിക്കുന്നു. ഏഞ്ചൽസ് നൽകുന്ന ഒരു ഉറപ്പാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സൗഖ്യവും സമാധാനവും ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് വലിയ മാറ്റങ്ങളാണ്. സന്തോഷത്തിൻ്റെയും വലിയ സന്തോഷവും വലിയ മാറ്റങ്ങളും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളും ഉണ്ടാകുന്നു. അങ്ങനെ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. സമാധാനവും കൂടുതൽ നേട്ടങ്ങളും ഉണ്ടാകുന്നു. ജീവിതത്തിൽ എല്ലാത്തരം നേട്ടങ്ങളും നിങ്ങളെ ബാധിക്കുന്നു. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ജീവിതഗതിയാണ് നിങ്ങൾക്കുള്ളത്. കൂടുതൽ നേട്ടങ്ങളുണ്ടാകും. നിങ്ങൾക്ക് സമാധാനവും നിങ്ങൾക്ക് നല്ല തരത്തിലുള്ള ഒരു ആത്മസംതൃപ്തിയുമാണ് വരാനിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്നും ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് അധികം താമസിയാതെ തന്നെ നിങ്ങളുടെ നിലവിലുള്ള സാഹചര്യങ്ങൾ, ഇപ്പോൾ ആ വ്യക്തി എന്തെങ്കിലും നിങ്ങളോട് മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഓർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട. ആ വ്യക്തി നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുകയും സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. കൃത്യമായിട്ട് മുന്നോട്ട് പോവുക. കാരണം നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് പോലെ, നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നത് പോലെ മറ്റാർക്കും നിങ്ങളെ അങ്ങനെ ഇഷ്ടപ്പെടാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ ഹൃദയം അത്ര ഇതാണ്. നിങ്ങൾ പരസ്പരം ക്ഷമിക്കുവാൻ തയ്യാറാകണം. ഫോർഗീവ്നെസ് ആവശ്യമാണ്. കാരണം ചെറിയ ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളും നിറഞ്ഞ ആ ജീവിതഗതിയിൽ നിങ്ങൾ പരസ്പരം ക്ഷമിക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് പോകുക. എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. ആ വ്യക്തി മറച്ചു വെക്കുന്നത് സ്വന്തം ഇഷ്ടത്താലല്ല. ചില
ദുഷ്ടശക്തികളായിട്ടുള്ള ആളുകൾ ആ വ്യക്തിയെ പ്രലോഭിപ്പിക്കുന്നു, ഭയപ്പെടുത്തുന്നു. അത് നിങ്ങൾ പുറത്ത് നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷെ പരസ്പരം സംസാരിച്ച് നിങ്ങൾക്ക് അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കും. അടുത്തതായിട്ട് ഈ വയലറ്റ് നിറത്തിലുള്ള പൈൽ തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിങ്ങാണ് നമ്മൾ നോക്കുന്നത്. എന്തായിരിക്കും ആ വ്യക്തികളുടെ മനസ്സിൽ അവരുടെ വ്യക്തികളോട് പറയാതെ സൂക്ഷിച്ചു വെച്ചത്? നിങ്ങളോട് നല്ല ഇഷ്ടത്തിൽ ജീവിക്കുമ്പോഴും ചില കാര്യങ്ങൾ എന്തുകൊണ്ട് മറച്ചു വെക്കുന്നു, ചില കാര്യങ്ങൾ എന്തുകൊണ്ട് നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കേണ്ടതായിട്ട് ആ വ്യക്തിക്ക് വരുന്നു എന്നതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ പരസ്പര സ്നേഹം, അതെല്ലാം വളരെ വിലപ്പെട്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് ചിലത് മറച്ചു വെക്കുന്നു. നമുക്ക് എന്താണെന്ന് നോക്കാം. നമുക്ക് ആദ്യത്തെ കാർഡിലേക്ക് തന്നെ നമുക്ക് പോകാം. ഒന്നും ഭയപ്പെടാനില്ല. മറച്ചു വെക്കുന്നത് ഒരിക്കലും നിങ്ങളോടുള്ള ഇഷ്ടക്കേട് കൊണ്ടല്ല, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ദുസ്വാധീനം കൊണ്ടൊന്നുമല്ല. മറച്ചു വെക്കുന്നത് കാര്യങ്ങളെല്ലാം നടക്കുന്നതിനാണ്. ആളുകളോട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്ന സ്വഭാവ സവിശേഷതപ്പോൾ ഉടമയല്ല ആ വ്യക്തി. എല്ലാ കാര്യങ്ങളും അങ്ങനെ എല്ലാം തുറന്നു പറയുന്നത് ആ വ്യക്തിക്ക് ചില സംശയങ്ങളുണ്ട്. കാരണം നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങളത് മറ്റുള്ള ആരോടും പറഞ്ഞിട്ട് ആ ജീവിതത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യത്തെ അത് തടസ്സപ്പെടുത്തുമോ എന്ന് ആ വ്യക്തി ഭയപ്പെടുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുവാനും നടത്തിത്തരുവാനുമാണ് ആ വ്യക്തി ശ്രമിക്കുന്നത്. എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും തുറന്ന് പറയാതിരിക്കുമ്പോഴും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ജീവിതത്തിൽ ഒരു തടസ്സമുണ്ടാകരുത്, അല്ലെങ്കിൽ വിജയങ്ങൾക്കൊരു തടസ്സം ഉണ്ടാകരുതെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അങ്ങനെ തടസ്സം ജീവിതത്തിൽ ഉണ്ടാകാതെ വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. എല്ലാം നിങ്ങൾക്ക് വേണ്ടി മറച്ചു വെച്ചിരിക്കുന്നത്, എല്ലാം നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനല്ല, നിങ്ങളുടെയും ആ വ്യക്തിയുടെയും പൊതുവായിട്ടുള്ള സ്വപ്നങ്ങൾ, ഒരുപക്ഷെ കൂടുതൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ അത് യാഥാർത്ഥ്യമാക്കി കിട്ടുന്നതിന് വേണ്ടിയാണ്. അല്ലാതെ നിങ്ങളെ ഒരിക്കൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടിലാക്കാനോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കാനോ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ആ വ്യക്തി അതിനെ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അതുകൊണ്ട് എല്ലാം മറച്ചു വെക്കുന്നതും എല്ലാം നിങ്ങളോട് പറയാതിരിക്കുന്നതും നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കാനുമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഭംഗം വരുത്തുന്ന ഒന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ്, നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും അങ്ങനെ തുറന്നു പറയുകയും എല്ലാ കാര്യങ്ങളും അങ്ങനെ തുറന്ന് സംസാരിക്കുകയും ചെയ്യാത്തത്. കാര്യങ്ങൾ നടക്കണമെന്നാണ്. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ മുറിവുകൾ ഉണങ്ങി ജീവിതത്തിൽ ഏറ്റവും സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാകാൻ അവർക്ക് ആഗ്രഹിക്കുന്നു. എല്ലാത്തരം വിലങ്ങ് തടികളെയും തോൽപ്പിച്ചുകൊണ്ട്, എല്ലാത്തരം പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ഇല്ലാതാക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മികച്ച രീതിയിലുള്ള ഒരു വിജയം ഉണ്ടാകാനാണ്. നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്ന ഓരോ സംഭവങ്ങളുണ്ടായി. ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് വേദന ഉണ്ടാകും. നിങ്ങളെ ചില കാര്യങ്ങൾ അറിയിക്കാതെ ആ വ്യക്തി ഇരിക്കുന്നത്, അതായത് ചില ആളുകൾ നിങ്ങളോട് ചെയ്ത പ്രവൃത്തി, ചില ആളുകൾ നിങ്ങളോട് ചെയ്ത ദുഷ്ടത്തരം, അതായത് നിങ്ങൾ സഹായിച്ചിട്ടും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളെയും ചില ആളുകൾ ഉപദ്രവിക്കുന്നു, ചില ആൾക്കാർ സഹായിക്കുന്നില്ല. അത്തരം വ്യക്തികളിൽ നിന്ന് സഹായം ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതി അത്തരം വ്യക്തികൾ നിങ്ങളോട് അങ്ങനെ ചെയ്താൽ, നിങ്ങളുടെ വ്യക്തിയോടോ ചെയ്താൽ ആ വ്യക്തിക്ക് അതൊട്ടും സഹിക്കാൻ കഴിയുന്നതല്ല. മാത്രമല്ല, നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ തകർന്നു പോകും. കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾക്ക് പ്രതീക്ഷയുള്ള, സഹായിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ചില ആളുകൾ നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട്. അത് നിങ്ങളോട് തുറന്ന ആ വ്യക്തി പറയുന്നില്ല. കാരണം അത് പറഞ്ഞാൽ നിങ്ങൾക്ക് വൈകാരികമായ പ്രതികരണം ഉണ്ടാവും. ചിലപ്പോൾ ശത്രുക്കൾ തന്നെയായിരിക്കാം. ചില ശത്രുക്കൾ നിങ്ങളെ വല്ലാതെ, നിങ്ങളെപ്പറ്റി ഒരുപാട് സ്ഥലത്ത് മോശമായ കഥകൾ പറഞ്ഞുണ്ടാക്കുന്നു, നിങ്ങളെ മോശപ്പെടുത്തുന്നു, നിങ്ങളെ ഉപദ്രവിക്കാൻ പറ്റുന്ന എല്ലാ അവസരങ്ങളും അവർ ഉപയോഗിക്കുന്നു. അങ്ങനെ അവർ നിങ്ങളെ ഉപദ്രവിക്കാൻ പറ്റുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗിച്ച് നിങ്ങൾക്കെതിരെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തി അറിഞ്ഞിട്ട് നിങ്ങളോട് പറയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വൈകാരികമായി പ്രതികരിച്ച് നിങ്ങൾ വീണ്ടും കുഴപ്പത്തിൽ ചെന്ന് ചാടാതിരിക്കാനാണ്, നിങ്ങൾ വീണ്ടും പ്രതിസന്ധിയിൽ ചെന്ന് ചാടാതിരിക്കാനാണ്. അങ്ങനെ നിങ്ങൾ പ്രതിസന്ധിയിലോ കുഴപ്പത്തിലോ ചാടിയാൽ അത് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുമെന്ന് ആ വ്യക്തി ഭയപ്പെടുത്തുന്നു. ആ വ്യക്തി അത് ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളോട് പറയാത്തത്, അല്ലാതെ നിങ്ങളോടുള്ള പിണക്കം കൊണ്ടല്ല. അടുത്ത കാർഡിൽ പറയുന്നത് ബുദ്ധിപരമായ ഒരു, ആ വ്യക്തി തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത് ബുദ്ധിപരമായൊരു നീക്കമാണ്. അതായത് നിങ്ങളോട് ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് പോസിറ്റീവായിട്ടാണ്. നിങ്ങൾ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനോ, നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ശല്യങ്ങളിലേക്ക് അകപ്പെട്ടു പോകാതിരിക്കാനോ, നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള മണ്ടത്തരങ്ങൾ സംഭവിക്കാതിരിക്കാനോ വേണ്ടിയാണ് നിങ്ങളുടെ ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്. കാരണം ആ കാര്യം ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞാൽ, നിങ്ങളത് അറിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ആത്മവിശ്വാസത്തിന് നഷ്ടം സംഭവിക്കുകയോ നിങ്ങളുടെ ആത്മവിശ്വാസം തകർന്നു പോവുകയോ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ വൈകാരികമായി തകരുകയോ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചാണ്. അങ്ങനെ നിങ്ങൾക്ക് സംഭവിച്ചാൽ നിങ്ങൾക്ക് നഷ്ടം വരും. പക്ഷേ നിങ്ങളത് അറിയിക്കാതെ മുന്നോട്ട് പോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ
ചില കാര്യങ്ങൾ മറച്ചു വെച്ചത് പ്യുവർ ഇൻറ്റൻഷൻ കൊണ്ടാണ്. കൃത്യമായ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി നിങ്ങളോട് ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നു. കാരണം നിങ്ങളത് അറിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടായാൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടാകും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെ നിങ്ങളെ പ്രതിസന്ധിയിലും പ്രശ്നത്തിലും ആക്കാതെ, നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കാതെ, നിങ്ങളിപ്പോൾ കാര്യം അറിഞ്ഞാൽ നിങ്ങളുടെ ഒരു വിജയത്തെ അത് തടസ്സപ്പെടുത്താം, നിങ്ങളുടെ ഒരു പരീക്ഷയെ ബാധിക്കാം, നിങ്ങളുടെ ഒരു ജോലി കിട്ടുന്നതിനെ ബാധിക്കാം, നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനത്തെ ബാധിക്കാം, നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കാം. അതുകൊണ്ട് ആ വ്യക്തി അതെല്ലാം നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നു. അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എൻ്റെ വ്യക്തി എന്നിൽ നിന്ന് എന്തുകൊണ്ട് ഇത് മറച്ചു വെക്കുന്നു, എനിക്കത് താങ്ങാൻ കഴിയുന്നില്ല, എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. പോസിറ്റീവാണ്. നിങ്ങളിൽ ഇൻസ്പയർഡാണ് ആ വ്യക്തി. നിങ്ങളിങ്ങനെ ഓടി നടക്കുന്നത്, നിങ്ങളിങ്ങനെ എല്ലാത്തിനെയും സ്നേഹിച്ച് എല്ലാത്തിനെയും കണ്ടും കേട്ട് നടക്കുന്നത് ആ വ്യക്തിക്ക് വളരെ ഇഷ്ടമാണ്. നിങ്ങൾ ചിലത് അറിഞ്ഞാൽ നല്ലതല്ല, നിങ്ങൾ ഇഷ്ടമുള്ളത് കൊണ്ടാണ്, നിങ്ങളെ സ്വീകരിക്കുന്നത് കൊണ്ടാണ്, നിങ്ങൾക്ക് വേണ്ടി ജീവിതം ത്യജിക്കുന്നത് കൊണ്ടാണ് ആ വ്യക്തി പറയാൻ പല കാര്യങ്ങളും. അത് നിങ്ങൾ മനസ്സിലാക്കുക, പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. ഒരു നല്ല ജീവിതത്തിൻ്റെ താളം നിങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ആ വ്യക്തി മറച്ചു പിടിപ്പിക്കുന്നു. പോസിറ്റീവായിട്ടുള്ളൊരു ദർശനമാണ്, പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളെ വിഷമിപ്പിക്കാതിരിക്കുക, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുക. നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലാതെ നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയല്ല. നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു സന്തോഷം ഉണ്ടാകാൻ വേണ്ടി, നിങ്ങളുടെ ഉള്ളിൽ നിന്നും ആ സന്തോഷത്തിൻ്റെയും ആത്മസംതൃപ്തിയുടെയും ആത്മവിശ്വാസത്തിൻ്റെയും ശക്തി ഉണ്ടാകാൻ വേണ്ടി ആ വ്യക്തി ചിലത് നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നു. ചിലപ്പോൾ ശത്രുക്കൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ അത് അറിയിച്ചിട്ട് നിങ്ങളെ പരാജയപ്പെടുത്താനാണ്, നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തകർക്കാനാണ്. പക്ഷേ ആ വ്യക്തി അത് കൃത്യമായി മറച്ചു വെക്കുന്നു. നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകും. എന്നിട്ട് അവസാനം നിങ്ങളോട് പറയുക ആ വ്യക്തി. അപ്പോഴേക്കും നിങ്ങളത് അറിഞ്ഞാൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങളിൽ നിന്ന് നിങ്ങളെ ആ വ്യക്തി സംരക്ഷിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശമുണ്ടാകാൻ, മനസ്സിൽ സന്തോഷം ഉണ്ടാകാൻ, നിങ്ങളെ മോട്ടിവേറ്റഡ് ആക്കാൻ വേണ്ടി. നിങ്ങൾ അല്ലെങ്കിൽ തകർന്നു പോകും. നിങ്ങൾ വിചാരിക്കും, എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെക്കുറിച്ച് ആളുകൾ ചിലത് പറയുന്നു, എനിക്ക് ചില നഷ്ടങ്ങളുണ്ടായി. അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ കുഴപ്പത്തിലാകാതിരിക്കാനും നിങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാനും ആ വ്യക്തി അതെല്ലാം കൃത്യമായി നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നു. നിങ്ങളുടെ മനസ്സിനെ രണ്ടാക്കാതിരിക്കാൻ, നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ പിരിയാതിരിക്കാൻ. ചില കാര്യങ്ങൾ അറിഞ്ഞാൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ചില പിരിയുന്നതായിട്ടുള്ള ചില സംഭവങ്ങളുണ്ടാകും. ആ സംഭവങ്ങൾ ഇപ്പോൾ അറിഞ്ഞാൽ അതുണ്ടാക്കും, പക്ഷെ പിന്നീട് ഉണ്ടായാലും ഉണ്ടാവില്ല. ഇപ്പോൾ നിങ്ങളെ രണ്ടുപേരെയും പരാജയപ്പെടുത്താനും നിങ്ങളെ രണ്ടുപേരെയും രണ്ടാക്കാനും ശ്രമം നടത്തുന്നു. നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയെയും സംബന്ധിച്ച് ആ കാര്യം ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ രണ്ടായി പോകും, നിങ്ങൾ പിരിഞ്ഞു പോകും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതൊരു കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ടാണ് ആ വ്യക്തി അതൊന്നും നിങ്ങളോട് പറയാത്തത്. പിന്നീടും ഉണ്ട് കാര്യങ്ങൾ. നിങ്ങൾക്ക് വേണ്ടി എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി, നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണത്. നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആ വ്യക്തി പറഞ്ഞു തരും, നിങ്ങൾ വാശി പിടിച്ചാൽ. പക്ഷെ അറിയാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സമാധാനവും ഉണ്ടാകാനും ജീവിതം കൂടുതൽ മെച്ചപ്പെടുവാനും ഈ കാര്യങ്ങൾ മറച്ചു വെക്കുന്നതാണ് നല്ലതെന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നു. അത് ആ വ്യക്തിയുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടാക്കുന്നു, സമാധാനം ഉണ്ടാകുന്നു. നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള ഒരു തലത്തിലേക്ക് നിങ്ങൾ പോകുമെന്ന് ആ വ്യക്തി ഭയപ്പെടുന്നു. പോസിറ്റീവായിട്ട് പോകാൻ, പോസിറ്റീവായിട്ട് വിജയങ്ങൾ ഉണ്ടാകാൻ, പോസിറ്റീവായിട്ടുള്ള ദർശനങ്ങൾ ഉണ്ടാകാൻ, ജീവിതത്തിൽ മാനസികമായ ആരോഗ്യവും ശാരീരികമായ ആരോഗ്യവും വർദ്ധിച്ച് നിങ്ങൾ നല്ല നിലയിലാകാൻ വേണ്ടി ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി എല്ലാം ത്യജിക്കുന്നൊരു വ്യക്തി, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നൊരു വ്യക്തി നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നു. ഒന്നും നോക്കണ്ട, ഒന്നും നിങ്ങൾ ഭയപ്പെടേണ്ട, മുന്നോട്ട് പോവുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന വീഡിയോയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.